എന്നാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി ആദി. ഓ, പുതിയൊരാള് വരുന്നു എന്ന് കേട്ടപ്പോ ഒരിക്കലും അത് ക്ലാരമ്മേടത്തെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ വരുന്നത് വരെ ആരോടും പറയണ്ടെന്ന് ആദ്യമോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മോളെ വിളിക്കാതിരുന്നത്. അത് പറഞ്ഞ സർപ്രൈസ് പൊളിയില്ലേ? എന്തായാലും എനിക്ക് സന്തോഷായി. ക്ലാരമ്മേടത്തെ കാണാൻ പറ്റിയല്ലോ. എനിക്ക് സന്തോഷായി. വന്നത് മോളുടെ അടുത്തേക്കല്ലേ? അല്ല, അയാള് ആ ലൂയിസ് അയാളറിഞ്ഞ പ്രശ്നമാവില്ലേ? അതിന് അയാൾ എങ്ങനെ അറിയാനാ? ഞാൻ എന്റെ അനുജത്തിയുടെ മോളുടെ പേരെടുക്കാൻ പോകുന്നെന്നും പറഞ്ഞാ പോകുന്നത്. എന്നാലും അന്വേഷിക്കില്ലേ? ഓ, സാധ്യത കുറവാ. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്നാ തോന്നുന്നേ. ചേട്ടത്തി, അയാളുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. മഹാദുഷ്ടന. എങ്ങനെ പെരുമാറുന്ന നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. അയാൾ എങ്ങനെ പെരുമാറിയാലും ഇവിടെ വന്നൊന്നും ചെയ്യാൻ പോണില്ല. ക്ലാരമ്മേടത്തി ധൈര്യമായിട്ടിരിക്കും. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ധൈര്യം ഉണ്ടായിട്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത്. പിന്നല്ല, മോളെ കാണാനുള്ള സന്തോഷമൊന്നും. പിന്നെ എനിക്കും അവിടെ മടുത്തു തുടങ്ങിയിരുന്നു. അയ്യോ, ഒരു കൂട്ടം മറന്നു. ഓനച്ചനൊരു സാധനം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മോക്കുള്ളതാ. എന്താ ഇത്? അവലൂസ് പൊടിയാ. കഴിച്ചു നോക്ക എങ്ങനെയുണ്ടെന്ന്. കൊള്ളാമോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. മൂന്നും കൊടുക്ക. ആഹാ, ഇത് അടിപൊളിയാണല്ലോ. ഞാനേ വേറെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുരുമുളകും മസാലയും ഒക്കെ ഉണ്ട്. ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. ഏട്ടത്തേക്ക് മുറി ഏർപ്പാടാക്കിയിട്ടുണ്ടേ, അങ്ങോട്ട് ചെന്നാൽ മതി. ശരി മോളെ. താൻ ഹാപ്പി അല്ലേ? വളരെ വളരെ ഹാപ്പി. ഈ ജീവിതത്തില് താൻ എനിക്ക് തന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ക്ലാരമ്മ ചേട്ടത്തി. ഞാൻ എങ്ങനെയാണോ ഇതിനൊക്കെ തന്നോട് നന്ദി പറയാ? ഈ നന്ദി എല്ലാം കൂടെ ഒരു ചെപ്പിലിട്ട് വെക്ക്. കൊടുക്കാൻ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വാങ്ങിക്കാം. എന്താ?